ചെറിയൊരു മഴമൂടലും ഇടയ്ക്ക് ഇടിയൊക്കെ ഉണ്ടായിരുന്നേ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയും ഇടിയൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെ സാധാരണ നാട്ടിൻ പ്രദേശത്ത്, അതായത് മരവും റബ്ബർ മരവും ഇതൊക്കെ ഉള്ള ഏരിയകളിലൊക്കെ ആണെങ്കിൽ സാധാരണ ഇച്ചിരി കാറ്റും ഒക്കെ വരുന്ന കാണുമ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാവരും തന്നെ പറമ്പുകളിലോട്ട് ഇങ്ങനെ നോക്കുക, വല്ല വിറകൊക്കെ വീഴുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ ഇത് തന്നെയായി പരിപാടി. വിറക് എന്തെങ്കിലും വീഴുവാണെങ്കിൽ അപ്പോൾ ഓടിപ്പോയി പറക്കുക. ഇടിയോ മഴയോ ഒന്നും അവർ നോക്കത്തില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറമ്പിലോട്ട്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പറമ്പാണേ, അവിടോട്ട് ഇറങ്ങിയതാണ്. ഒരു ഇച്ചിരി വിറക് കിട്ടിയായിരുന്നു എനിക്ക്. ഞാനത് കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് അടുത്ത ട്രിപ്പ് വിറക് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ ഞാൻ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടീനെ കുറിച്ച്. ഇത് ഒരു ചെറിയൊരു കഷ്ണം എവിടെയെങ്കിലും കിടന്നാൽ മതി, പിന്നെ ദേ ഇതുപോലെ കാട് പിടിച്ച പോലെ അങ്ങ് ഉണ്ടാവുമേ. നമ്മൾ പണ്ട് വീട്ടിലൊരു ചെറിയ കഷ്ണം കൊണ്ട് നട്ടു വെച്ചാൽ അങ്ങനെ എങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുവാണേ, മമ്മിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ മുഴുവായി. ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറം ഒരു പറമ്പുണ്ട്, അവിടെ എങ്ങാണ്ടും എല്ലാമായി. കുറച്ച് വിറക് കിട്ടുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ അവിടങ്ങളിലും ഇങ്ങനെയാണോ? കാറ്റോ എന്തെങ്കിലുമൊക്കെ വരാൻ നോക്കിയിരിക്കുക വിറക് പറക്കാൻ അവിടങ്ങളിലെ അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെ ഇറങ്ങാറുണ്ടോ? നമ്മുടെ വീഡിയോകളൊക്കെ ചുമ്മാ വർത്തമാനം പറയണ പോലെ ഒരിതാണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ഫോണും കൊണ്ട് കണ്ടപ്പോൾ ഫോണും കൊണ്ട് കണ്ടല്ല, അല്ലാതെ മമ്മി പറയും ഫോൺ എടുത്തുകൊണ്ട് പോകണ്ടെന്ന് പറയുവേ. അയ്യോ, മഴ വന്നു കഴിഞ്ഞാൽ നനയും. നല്ല ഇരപ്പുണ്ട്. ഇതുണ്ട് ഒരു റബ്ബർ ഇടിയുണ്ട്, മരം ഒടിഞ്ഞിരിക്കണ കണ്ടോ? മഴ ഇരച്ച് വരുന്നുണ്ട്. ഇത്രയും വിറക് കിട്ടി. മഴ വരുന്നുണ്ട്, ഞാൻ പോവാണേ. നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അവിടെ മഴയൊക്കെ ഉണ്ടോ? നമുക്കിവിടെ വെള്ളത്തിന് അയ്യോ, എൻ്റെ ഫോണിപ്പോൾ നനയും കർത്താവേ. ഇത്ര വിറക് കിട്ടി. ഓടിക്കയറി. ഇത് ആദ്യം ഇച്ചിരി പറക്കി കൊണ്ടുവന്നതാ. ഓക്കെ, മഴയായിട്ടോ. ചെറിയ സൗണ്ട് ഇടിയുണ്ട്, അടിപ്പൻ ഇടി. ഞാൻ വിറക് കുറക്കാൻ പോയതായിരുന്നേ, കുറച്ച് ആദ്യം കിട്ടിയായിരുന്നു. ഇനി അടുത്ത ട്രിപ്പും കൂടെ നോക്കാം. ഞാൻ ഇവിടെ ഓടിക്കപ്പറമ്പ് ഞാൻ കുറച്ച് കിട്ടി, ചെറുത് കൊണ്ടുപോയിട്ട്. ഓസമ്മന്തി മാറിപ്പോയതാ, നമ്പര് മാറിപ്പോയതാ. മിണ്ടായിക്കോ. ഇടി കേൾക്കുന്നുണ്ടോ? നല്ല കുടുകുട ഇടി. ചെറുതായിട്ടാ, ഇതിനെ അടുത്തായിട്ട് വലിയതാണ്. ചേച്ചിയുടെ എൻ്റെ എല്ലാ ചെടികളാട്ടോ. എനിക്ക് ചെടികൾ കുറച്ച് കുറവാണ്. എനിക്കൊരു വഴുതന തൈ ഉണ്ട്, പിന്നെ കുറേ എണ്ണത്തിൻ്റെ കൂടുതലും തുളസിയാണ്. എനിക്ക് തുളസി പ്രാന്തായി. ഇപ്പം നേരത്തെ എനിക്ക് ചീനി പ്രാന്തായിരുന്നു, മുളകിൻ്റെയൊക്കെ. ഇപ്പം എനിക്ക് തുളസി പ്രാന്തായെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും അലർജിയാണല്ലോ. അപ്പോൾ അലർജി വരുമ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറയും അലർജിയുടെ ഇത് തുടങ്ങുമ്പോഴെങ്കിലും ആവി പിടിച്ച് തുടങ്ങണം, തുളസിയിലൊക്കെ ഇട്ടേ. അപ്പോൾ തുളസിയിലൊക്കെ ഇട്ട് ആവി പിടിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് വലുതാകാണ്ട്, അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ആവി പിടിച്ച് തുടങ്ങിയതുകൊണ്ട് വലുതായില്ല. അപ്പോൾ അതുപോലെ
അപ്പോൾ തുളസിയിലൊക്കെ വേണമല്ലോ എപ്പോഴുമേ. ഞാൻ മമ്മി കണ്ടതാ, അതുകൊണ്ട് പാപ്പ മമ്മീനെ വിളിക്കുന്ന ബാബി റോബലിയേ. ഞങ്ങളുടെ ആക്രാന്തം കണ്ടപ്പോൾ ആ മഴ പോയെന്നു കഷ്ടം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. ഓക്കെ, ബൈ.